guys, welcome back to Mellow Diaries. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 2 ഓഫ് അൺബോക്സിംഗ്. പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ എനിക്ക് കണ്ടിട്ട് വരാം, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ധാരാ തന്ന എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കൈ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതൊക്കെ അൺബോക്സ് ചെയ്താലോ. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, അതിൽ കൂടുതലായിട്ട് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് അവസാനം എൻ്റെ ഡ്രോയിങ് സപ്ലൈസ് ടൂറായി മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് കൂടുതലായിട്ടുള്ള ഐറ്റംസും എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ പിന്നെ വേറെ കുറച്ച് ഐറ്റംസിനൊക്കെ ആയിട്ടുള്ളതാണ്. അങ്ങനത്തെ ഫസ്റ്റ് ഐറ്റം ഈ ഒരു ഡിജിറ്റൽ ക്ലോക്ക്, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഞാൻ അത് അൺബോക്സ് ചെയ്തതും ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. മെയിൻ ആയിട്ടുള്ള റീസൺ, ഞാനിത് ഓർഡർ ചെയ്ത് പിങ്ക് കളർ ആയിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം അൺബോക്സ് ചെയ്യുമ്പോൾ ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്ലാക്ക് ആണെന്ന് പിന്നെ ഞാൻ റീപ്ലേസ് ചെയ്തു. അവർ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ള ബ്ലാക്ക് ആണ്. എനിക്കറിയില്ല, സംഭവം എല്ലാം ഓക്കെയാണ്, വർക്കിംഗ് ആണ്, നമ്മുടെ പർപ്പസിന് ഓക്കെ തന്നെയാണ്. ബട്ട് നമ്മുടെ ഒരു എസ്തെറ്റിക്സിന് മാച്ച് അല്ല ഈ ഒരു ബ്ലാക്ക് കളർ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി എന്തായാലും ഇത് വീണ്ടും റീപ്ലേസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. ഇത് വന്നിട്ട് നമുക്ക് പഠിക്കാനാണെങ്കിൽ ശരി, വരയ്ക്കാനാണെങ്കിൽ ശരി, ഇനി വീഡിയോ എടുക്കാനാണെങ്കിൽ ശരി, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് സ്റ്റഡി ലാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് വൺ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണെങ്കിലും ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല കോമ്പാക്റ്റ് ആണ്. കാരണം എൻ്റെ ഈ ഒരു സ്റ്റഡി സ്പേസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലത്തെ ഞാൻ ഉദ്ദേശിച്ച സെയിം സൈസിലുള്ള സാധനം തന്നെയാണ് കൈ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ 3 മോഡ് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. ബ്രൈറ്റ്നെസിന്റെ ലെവൽ വ്യത്യാസമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫോണത്തെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നോർമൽ ആയിട്ടുള്ള ട്യൂബിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ ക്വാളിറ്റീൻ്റെ വ്യത്യാസം അറിയാം. പിന്നെ ഇതാണ് ഈ ഒരു ലാമ്പിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഫസ്റ്റ് മോഡ് ഓഫ് ലൈറ്റ്. ഇതിപ്പോൾ നോർമൽ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു അവസ്ഥ. പിന്നെ ഇത് സെക്കൻഡ്, ഇത് തേർഡ്, അങ്ങനെ 3 മോഡ് ഓഫ് ലൈറ്റ് ആണ് ഉള്ളത്. പിന്നെ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെടുത്ത നോർമൽ ലൈറ്റിംഗ് മനസ്സിലാവുണ്ടാവും. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ. ഇതിൽ തന്നെ നമുക്ക് വായിക്കാനൊക്കെ പറ്റും. ഇനി ഇത് സെക്കൻഡ് വൺ, ഇനി ഇത് തേർഡ് വൺ, അങ്ങനെ 3 മോഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ നമുക്ക് രാത്രി പഠിക്കുകയാണെങ്കിലും ഇതൊരു അടിപൊളി ലൈറ്റ് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ക്ലോക്കിൽ ബാറ്ററി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഈ ഒരു ക്ലോക്ക്. ഫസ്റ്റ് വൺ നോർമൽ ആയിട്ടുള്ള ക്ലോക്ക്. പിന്നെ സെക്കൻഡ് വൺ ഇതൊരു ടൈമർ, സ്റ്റോപ്പ് വാച്ച് പോലെ നമുക്ക് ടൈമർ വയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ ഇത് അലാറം. ഞാൻ ഇപ്പോൾ ഇത് ഓൾറെഡി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ 2 അലാറം നമുക്ക് അറ്റ് എ ടൈമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എന്തിനാണെന്ന് അറിയില്ല, ഇപ്പം ഞാൻ അമർത്തുമ്പോൾ കത്തുന്നില്ല. അങ്ങനെ ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടലി ഇതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അലാറം അടിക്കുമ്പോൾ ചെറുതായിട്ടുള്ള സൗണ്ട് ഒക്കെ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഐറ്റം അഥവാ ലാസ്റ്റ് വൺ നമുക്ക് ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, കുറച്ച് വലുതാണ്. സോ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. പിന്നെ ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ തന്നെ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. യെസ് ഗൈസ്, ഇതൊരു റിംഗ് ലൈറ്റ് വിത്ത് ട്രൈപോഡാണ്. കാരണം ഇതെൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ ഒരു വീഡിയോയുടെ ക്ലാരിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെയുള്ള ലൈറ്റിംഗ്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ലാമ്പ് കാണിച്ചു തരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് എടുക്കാന്നുള്ളത്. അത് അത്ര ഈസി ഒന്നുമല്ല. ഫോൺ വീണ്ടും ചൂടാവാറുണ്ട്. ക്യാമറയും ഓണാക്കിയിട്ട് അറ്റ് എ ടൈം ഫ്ലാഷ് ലൈറ്റും ഓണാക്കൽ. പിന്നെ മെയിനായിട്ട് ഗിഫ്റ്റ് എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ റിംഗ് ലൈറ്റ് തന്നെയാണ്. ആസ് എ ബിഗിനർ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചൂസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. സോ ഈ ഒരു റിംഗ് ലൈറ്റിൽ എന്നെക്കാളും പുകം കൂടി ഒരു ട്രൈപോഡും കൂടെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ഫൈനലി ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇപ്പം ഞാൻ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ അസംബിൾ ചെയ്തിട്ടുള്ളൂ. ഇനി താഴെ മറ്റ് ട്രൈപോഡുമായിട്ട് അറ്റാച്ചബിൾ ആയിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഭയങ്കര ഈസിയാണ്, നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ഫോൺ ഹോൾഡറും റൊട്ടേറ്റബിൾ തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഹോൾഡർ നമുക്ക് ലോങ് വീഡിയോയും അതുപോലെ തന്നെ ഷോർട്സും മാറ്റി മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ട്രൈപോഡ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ട്രൈപോഡുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇത് പവർ ബാങ്കിലോ അല്ലെങ്കിൽ അഡാപ്റ്ററിൽ കുത്തിയാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ, റീചാർജബിൾ അല്ല. പിന്നെ ഞാൻ കുത്തി കഴിഞ്ഞാൽ ഈ ഒരു സാധനം ക്യാമറയിൽ കിട്ടത്തില്ല. സോ ഞാൻ കുത്തുന്ന മുമ്പ് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഇതിൽ ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ 3 മോഡ് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. സോ അത് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ബട്ടനാണിത്. ഞാൻ ഇപ്പോൾ ഒന്ന് കുത്തിയിട്ട് കാണിച്ചു തരാം. സോ ഇപ്പം ഞാൻ വീണ്ടും ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഈ റൂമിലുള്ള നോർമൽ ലൈറ്റിംഗ്. ഇനി ഞാൻ അതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. സോ നമ്മൾ ഫസ്റ്റ് പവർ ബട്ടൺ അമർത്തുമ്പോൾ ഈ ഒരു ലൈറ്റാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് മോഡ് ഓഫ് ലൈറ്റ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഉണ്ട്, ക്യാമറയിൽ കാണാത്താണ് ഇത് ഓണാക്കിയോണ്ട്. പിന്നെ സെക്കൻഡ് ഇതൊരു ബ്ലൂയിഷ് കൈൻഡ് ഓഫ് ലൈറ്റ്. തേർഡ് ഈ ഒരു വാം ടോണിലുള്ളതാണ്. സോ ടോട്ടലായിട്ട് ഈ ഒരു 3 മോഡാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കൂട്ടാനും പറ്റുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഫുള്ളി ലൈറ്റ് ഓണാക്കിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് കാണാൻ ബാക്കിയുള്ള ലൈറ്റ് ഒന്നും കാണാത്താണ്. സോ ഞാൻ ഫുള്ളി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. സോ ഇപ്പോൾ രാത്രി ഞാൻ ഫുള്ളി ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓണാക്കുമ്പോഴുള്ള ലൈറ്റിംഗ് ഇതാണ്. സോ ഞാൻ ഇപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്നിങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ മാത്രം വെളിച്ചത്തിൽ നമുക്ക് ഇത്രയും നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി രാത്രിയൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി, ലൈറ്റ് പോലും ഓണാക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു 3 മോഡ് ഞാൻ ഫുള്ളി ഇട്ടിട്ട് ഒന്നും കൂടെ കാണിച്ചത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. പിന്നെ സെക്കൻഡ് വൺ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും ബ്ലൂ ആയിട്ടുണ്ട്. പിന്നെ തേർഡ് വൺ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, വാം. പിന്നെ ഇതൊക്കെ മാത്രം ഇട്ടിരിക്കുമ്പോൾ ഒരു വാം കോസി വൈബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടൽ 3 ഐറ്റംസ്. പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് ആണെങ്കിലും
ഞാൻ കുറേ ദിവസം ആഗ്രഹിച്ച് കയ്യിൽ കിട്ടിയ ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ ഒരു സാധനത്തിൽ മാത്രമേ കുറച്ച് ഡിസപ്പോയിൻമെന്റ് ഉള്ളൂ. പക്ഷെ അതൊരു ചെറിയൊരു കളർ ഡിഫറൻസ് ആണ്, അത് കുഴപ്പമില്ല. പിന്നെ ഇത് ബാറ്ററി ഇട്ടിട്ടാണ് വർക്ക് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിംഗ് ലൈറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കാരണം നമ്മുടെ വീഡിയോസിൽ ക്ലാരിറ്റി ഇംപ്രൂവ്മെന്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ ഇന്നത്തെ നമ്മുടെ 3 ഐറ്റംസ് 3 ടൈപ്പാണ്. ഇത് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അഡാപ്റ്ററിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ കുത്തിയാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റഡി ലാമ്പ് വന്നിട്ട് റീചാർജബിൾ ആണ്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ സി ടൈപ്പ് കേബിൾ കിട്ടുന്നുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഈ ഒരു ക്ലോക്ക് വന്നിട്ട് ബാറ്ററി ഇട്ട് വർക്ക് ആവുന്നതാണ്. 3 പ്രൊഡക്റ്റും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കൂടുതൽ പ്ലസ് 1 സ്റ്റഡി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.